അറിയുന്നതിനുള്ള അന്വേഷണങ്ങളെ വിശാലാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് വായന. ഈ പ്രസ്താവനയുടെ സാമാന്യമായ ഒരു ഹ്രസ്വ വിശകലനമാണ് ഇത്. വായനയുടെ താൽപ്പര്യങ്ങൾ. ഭൂമിയിലുള്ള എല്ലാ ജീവരൂപങ്ങൾക്കും ഉപേക്ഷ കൂടാതെ അനുസരിച്ചു പോകേണ്ടതായ ശക്തമായ ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളിൽ പങ്കുചേരാതെ ജീവികൾക്ക് നിലനിൽപ്പ് അസാധ്യവുമാണ്. എന്നാൽ ഈ വ്യവസ്ഥകളെ തിരിച്ചറിയുന്നതിന് ഓരോ ജീവിക്കും പ്രത്യേകവും സവിശേഷവുമായ സമ്പ്രദായങ്ങളുമുണ്ട്. ഇതിൽ ഓരോ ജീവിക്കും നൈസർഗികമോ ആർജിതമോ ആയ ചില വിവേക ജാഗ്രതകളും നിഗമന സൂക്ഷ്മതകളും സഹായകമാകുന്നുണ്ട്. വെള്ളവും വെളിച്ചവും വളക്കൂറും എന്താണെന്നും അതൊക്കെ എങ്ങുണ്ടെന്നും ഒരു പുൽക്കൊടിക്ക് പോലും യഥാകാലം തിരിച്ചറിയേണ്ടതായുണ്ട്. ഇത്തരം തിരിച്ചറിവുകൾക്ക് ഓരോ ജീവിയെയും തുണയ്ക്കുന്നത് അത് നടത്തുന്ന പരിസരസ്ഥിതി വിവര വായനകളാണെന്ന് വ്യക്തം. പരസ്പരം കണ്ടുമുട്ടുന്ന എല്ലാ ജീവികളും അന്യോന്യവും തങ്ങളുടെ പരിസരങ്ങളെയും വായിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കാതെ കഴിയില്ല. പരിസരത്തെയും അതിൻ്റെ സ്ഥിതി സന്ദർഭങ്ങളെയും പ്രഭാവാനുഭവങ്ങളെയും ബോധ്യപ്പെടുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും സമഗ്രതയിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ വായന എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. വിപുലമായ അർത്ഥത്തിൽ വായന പഠനാത്മകമായ അന്വേഷണമോ അന്വേഷണാത്മകമായ പഠനമോ ആണ്. അത് യുക്തമായ നിർണയങ്ങൾക്ക് വേണ്ടിയുള്ള സൂക്ഷ്മമായ പരിശോധനയുമാണ്. വായനയുടെ താൽപ്പര്യത്തെയും സാങ്കത്യത്തെയും ഉൾക്കൊണ്ട് ചിന്തിച്ചാൽ മനുഷ്യൻ വകതിരിവുകളെ ആർജിക്കുന്നതിന് ഉപയോഗിക്കുന്ന വായന വ്യവസ്ഥകൾ വ്യക്തിനിഷ്ഠമായിരിക്കും എന്ന് കാണാം. അറിയണം എന്നതിനപ്പുറം അതിന് അത്ര കർക്കശമായ മറ്റൊരു നിഷ്കർഷയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ കാഴ്ചയും ഒരേ ശബ്ദവും ഒരേ ലക്ഷണവും വ്യക്തികൾ വ്യത്യസ്തമായി വായിച്ചെടുക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെ. ഉത്ബുദ്ധരായ വ്യക്തികൾ ഏറെ കാലമെടുത്തും നന്നേ പ്രയത്നിച്ചും സമാഹരിച്ച ജ്ഞാനത്തെയും ബോധ്യങ്ങളെയും മറ്റുള്ളവർക്ക് പകർന്നെടുക്കുവാൻ പാകത്തിന് അവയുടെ രചനാഭാഷ്യങ്ങൾ ആവിഷ്കരിച്ച് കരുതി വയ്ക്കുന്ന പരമ്പരാഗതമായ രീതി ഉചിതവും മഹത്തരവുമാണെന്ന് നമുക്കറിയാം. കാലം ശേഷിപ്പിക്കുന്ന പല അടയാളങ്ങളും സംവേദനാത്മകമായ വായനയ്ക്കുള്ള വകകളല്ലേ. വിശേഷപ്പെട്ട രചനകൾ ഭാഷയുടെ വൈവിധ്യമാർന്ന പ്രയോഗവൈഭവങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും. അവയുടെ വായന വ്യക്തിയുടെ നവീകരണത്തിന് പല പ്രകാരത്തിലും ഉപകരിക്കുന്നതുമായിരിക്കും. വിരചിതമായിട്ടുള്ള സന്ദേശങ്ങളെ ഗ്രഹിക്കുവാൻ ഉപയോഗിക്കുന്ന വായനയാണ് സാമാന്യ അർത്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന വായന. അപ്രകാരത്തിലുള്ള വാച്യാർത്ഥപരിധികൾക്കപ്പുറമുള്ള ബൃഹത്തായ വായനകളാണ് ജീവിതത്തിൽ ഏറെ പ്രധാനം. ജീവിതത്തെയും ജീവിത പരിസരങ്ങളെയും യഥോചിതം പരിചയപ്പെടുന്നതിന് നമ്മെ സഹായിക്കുന്ന ബൃഹത്തായ പഠന പ്രക്രിയ തന്നെയാണ് അത്. അത്തരം വായനകളിലൂടെ മാത്രമേ ജീവിതത്തിൻ്റെ ഭദ്രവും സൃഷ്ടിപരവുമായ സന്ധാരണത്തിന് പര്യാപ്തമായ ഉദ്യമക്ഷമത ആർജിക്കുവാൻ ആർക്കും ആകൂ. സാർത്ഥകവും നിരർത്ഥകവുമായ വായനകൾ ഉണ്ടെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ക്ഷണികഭ്രമത്തിൽ അഗ്നിപ്രവേശം ചെയ്യുന്ന പ്രാണികളുടെയും വീണ്ടുവിചാരമില്ലാതെ ആത്മഹത്യയോ കൊലപാതകമോ ചെയ്യുന്ന മനുഷ്യരുടെയും കാര്യത്തിൽ ഒഴികെയുള്ള വായനകൾ ഏറെക്കുറെ സാർത്ഥകം തന്നെ. സാർത്ഥകമായ വായന വ്യക്തിയെ ആത്മവിശ്വാസിയും പ്രബലനുമാക്കും. അത്തരം വായനകൾ തടസ്സപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും അതൊരു ശീലമാക്കുകയും ചെയ്യുന്നത് വ്യക്തിക്ക് തന്നെ സ്ഫുടം ചെയ്യാൻ ഉപകരിക്കുന്ന വഴിയാണ്. ഇപ്രകാരത്തിൽ നിരന്തരമായ സാർത്ഥക വായനയിലൂടെ ജ്ഞാനം ഗ്രഹിക്കുന്നവർ അവരെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും ശ്രേയസ്സും ശേഷിയും പ്രദാനം ചെയ്യും. വ്യക്തികൾക്ക് മികവും കഴിവും പ്രദാനം ചെയ്യുന്ന സൂക്ഷ്മ നിരീക്ഷണമാണ് വായന. വായന വഴിയാണ്, വഴികാട്ടിയുമാണ്. ശരിയല്ലേ?